ഹായ് എവ്രിവൺ, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഏറ്റവും അധികം കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒരു ഗ്രാമപ്പാട്ടാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും, ഹാർട്ട് ആൻഡ് ഹാർട്ട്ലി. ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്, ഹാർഡ് ഉപയോഗിക്കേണ്ട അടുത്ത് ഹാർഡ്ലി ഉപയോഗിക്കുന്നവരെയും ഹാർഡ്ലി ഉപയോഗിക്കേണ്ട അടുത്ത് ഹാർഡ് ഉപയോഗിക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ കാണാറുണ്ട്. കോമൺ ആയിട്ട് വരുത്തുന്ന ഒരു എറർ കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അതിനൊരു ക്ലാരിറ്റി വരുത്താം. എവിടെയൊക്കെയാണ് ഹാർഡ് ഉപയോഗിക്കേണ്ടത്, എവിടെയൊക്കെയാണ് ഹാർഡ്ലി ഉപയോഗിക്കേണ്ടത് എന്ന്. കോമൺ ആയിട്ട് ഞാൻ കാണാറുള്ളൊരു മിസ്റ്റേക്കാണ്, ഞാൻ കഠിനാധ്വാനം ചെയ്യുന്നു എന്ന് പറയാനായിട്ട് ചില ആളുകൾ ഉപയോഗിക്കും ഐ വർക്ക് ഹാർഡ്. ഓക്കെ, ഐ വർക്ക് ഹാർഡ്, ഇത് ശരിയായിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ്, ഐ വർക്ക് ഹാർഡ്. പക്ഷേ അതിൽ എങ്ങനെയാണ് പലപ്പോഴും ആളുകൾ തെറ്റുവരുത്തുക എന്ന് പറഞ്ഞാൽ ആളുകൾ ചിലപ്പോൾ പറയാറുണ്ട് ഐ ഹാർഡ്ലി വർക്ക്, ഐ ഹാർഡ്ലി വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ജോലിയെ ചെയ്യാറില്ല, ഞാൻ വല്ലപ്പോഴാണ് ജോലി ചെയ്യാറുള്ളൂ, എനിക്ക് അങ്ങനെ ജോലി ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ള അർത്ഥമായിട്ട് മാറും. അപ്പോൾ ഹാർഡ് വെക്കേണ്ടടുത്ത് ഹാർഡ്ലി, ഹാർഡ്ലി വെക്കേണ്ടടുത്ത് ഹാർഡും വെച്ച സെൻറ്റൻസസ് പാടെ തെറ്റിപ്പോകാനുള്ള, അർത്ഥം തന്നെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു അർത്ഥത്തിലേക്ക് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ആദ്യം എവിടെയൊക്കെയാണ് ഹാർഡ് ഉപയോഗിക്കേണ്ടത്, എവിടെയാണ് ഹാർഡ്ലി ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. ഹാർഡ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ഹാർട്ട്, കഠിനമായ, ബുദ്ധിമുട്ടുള്ള, കടുപ്പമേറിയ എന്നൊക്കെ പറഞ്ഞ ഒരു വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുക. ഹാർഡ് അല്ലേ, നമ്മളിപ്പോൾ ഇത് ഹാർഡാണ്, അല്ലെങ്കിൽ ഈ വാക്ക് ഭയങ്കര ഹാർഡാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ബുദ്ധിമുട്ടാണ്, അത് ഭയങ്കര കഠിനമാണ് എന്നൊക്കെയാണ് നമുക്ക് ഹാർഡിന് അർത്ഥം വരിക. പക്ഷെ ഹാർഡ്ലിയുടെ അർത്ഥം തികച്ചും വ്യത്യസ്തമാണ്, തികച്ചും വ്യത്യസ്തമാണ്. ഒട്ടും തന്നെ ഇല്ല, കുറച്ചേ ഉള്ളൂ, വല്ലപ്പോഴേ ഉള്ളൂ എന്നൊക്കെയുള്ള അർത്ഥത്തിലേക്ക് ഹാർഡ്ലി എന്ന് പറയുന്ന വാക്ക് വരും. റെയർലി, എ വെരി ലിറ്റിൽ, ഓൾമോസ്റ്റ് നത്തിങ്. ഓക്കെ, അപ്പോൾ ഒട്ടുമില്ല, കുറച്ചേ ഉള്ളൂ, അല്ലെങ്കിൽ ഒട്ടും തന്നെ ഇല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ഹാർഡ്ലിയുടെ അർത്ഥം വരിക. ഓക്കെ, അപ്പോൾ ഇത് കഠിനമാണ്, ബുദ്ധിമുട്ടേറിയതാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നും തന്നെ ഇല്ല എന്നുള്ള വിഭിന്നമായ വ്യത്യസ്തമായിട്ടുള്ള ഒരു അർത്ഥമാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. ഹാർഡിൻ്റെ അർത്ഥം ബുദ്ധിമുട്ടേറിയത്, കടുപ്പമുള്ള, കഠിനമായിട്ടുള്ളതാണ് എങ്കിൽ ഇവിടെ റെയർലി, വല്ലപ്പോഴും, ഒട്ടും തന്നെയില്ല, അല്ലെങ്കിൽ കുറച്ചേ ഉള്ളൂ എന്നൊക്കെയുള്ള അർത്ഥത്തിലേക്ക് മാറും. ഇപ്പോൾ രണ്ട് അർത്ഥമാണ്. പലപ്പോഴും ആളുകൾ ഈ ഹാർഡ് ഉപയോഗിക്കേണ്ടത് ഹാർഡ്ലി ഉപയോഗിക്കുന്നതിൻ്റെ ഒരു റീസൺ നമുക്കറിയാം, പല അഡ്ജക്റ്റീവ്സിൻ്റെ കൂടെയും LY ചേർത്ത് കഴിഞ്ഞാൽ അത് ആഡ്വേർബായിട്ട് മാറും. ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുള്ളി, അല്ലെങ്കിൽ ഫാസ്റ്റ്, ഫാസ്റ്റ്ലി എന്നൊക്കെയുള്ള രീതിയിൽ ക്യുക്ക്ലി എന്നൊക്കെ നമ്മൾ അഡ്ജക്റ്റീവിനെ ആഡ്വേർബാക്കി മാറ്റാറുണ്ട്. ഈ സെയിം പ്രോസസ്സ് തന്നെയാണ് ഹാർഡിൻ്റെ കൂടെ LY ചേർത്ത് ഹാർഡ്ലി ചേർത്ത് ആ സെയിം അർത്ഥം കിട്ടും എന്ന് ചില ആളുകൾ വിചാരിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഹീ ഈസ് എ ക്യുക്ക് റണ്ണർ, ഹീ ഈസ് എ ക്യുക്ക് റണ്ണർ. ഓക്കെ, അവൻ വേഗത്തിൽ ഓടുന്ന ഒരാളാണ്, ഹീ ഈസ് എ ക്യുക്ക് റണ്ണർ. ഓക്കെ, അല്ലെങ്കിൽ ഈ സെയിം ഇതിന് തന്നെ നമ്മൾ അതിൻ്റെ ആഡ്വേർബ് ചേർത്തിട്ട് പറയുകയാണ് ഹി റൺസ് ക്യുക്ക്ലി, ഹി റൺസ് ക്യുക്ക്ലി. ഇതിന് രണ്ടിനും ഒരേ അർത്ഥമാണ്. പക്ഷെ ഹാർഡിൻ്റെ കൂടെ LY ചേർത്ത് ഹാർഡിനെ ഹാർഡ്ലി ആക്കി മാറ്റി കഴിയുമ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ മാറിപ്പോവും, അതിൻ്റെ അർത്ഥം തന്നെ മാറിപ്പോവും. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി വരും. അതിനുശേഷം അവസാനം ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു ഹോംവർക്ക് കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഹോംവർക്ക് കൂടെ തീർന്നു കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഇതിനെക്കുറിച്ചൊരു കറക്റ്റ് പിക്ചർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് കിടക്കാം ഒന്നാമത്തെ സെൻറ്റൻസിലേക്ക്. ഈ ടെസ്റ്റ് വളരെ ബുദ്ധിമുട്ടേറിയതാകാൻ പോവുകയാണ്. ഓക്കെ, ഈ ടെസ്റ്റ് വളരെ ബുദ്ധിമുട്ടേറിയതാകാൻ പോവുകയാണ്. ഓക്കെ, വളരെ ബുദ്ധിമുട്ടേറിയതാകാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹാർഡാണോ ഹാർഡ്ലി ആണോ ഉപയോഗിക്കേണ്ടത്? ഡെഫിനറ്റ് ആയിട്ട് നമുക്കറിയാം ഹാർഡാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ദിസ് ടെസ്റ്റ് ഇസ് ഗോയിങ് ടു ബി റിയലി ഹാർഡ്, ദിസ് ടെസ്റ്റ് ഇസ് ഗോയിങ് ടു ബി റിയലി ഹാർഡ്. ഓക്കെ, ബുദ്ധിമുട്ടേറിയതാകാൻ പോവുകയാണ്, കഠിനമേറിയതാകാൻ പോവുകയാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇങ്ങനെ ദിസ് ടെസ്റ്റ് ഇസ് ഗോയിങ് ടു ബി റിയലി ഹാർഡ്. എനിക്ക് ഈ ബഹളത്തിൻ്റെ ഇടയിൽ നിന്നെ വളരെ കുറച്ചാണ് കേൾക്കാൻ പറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ ഈ ബഹളത്തിൻ്റെ ഇടയിൽ എനിക്ക് നിന്നെ കേൾക്കാനേ സാധിക്കുന്നില്ല. ഓക്കെ, ഒട്ടും തന്നെ കേൾക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുകയാണ്. ഐ ക്യാൻ ഹാർഡ്ലി ഹിയർ യു ഓവർ ദ നോയ്സ്, ഐ ക്യാൻ ഹാർഡ്ലി ഹിയർ യു ഓവർ ദ നോയ്സ്. ഓക്കെ, ഈ ബഹളത്തിൻ്റെ ഇടയിൽ എനിക്ക് നിന്നെ ഒട്ടും തന്നെ കേൾക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് നിന്നെ കുറച്ചേ കേൾക്കാൻ പറ്റുന്നുള്ളൂ എന്ന് പറയുകയാണ്. എങ്ങനെ? ഐ ക്യാൻ ഹാർഡ്ലി ഹിയർ യു ഓവർ ദ നോയ്സ്. ഓക്കെ, ഐ ക്യാൻ ഹാർഡ്ലി ഹിയർ യു ഓവർ ദ നോയ്സ്. ഇനി മറ്റൊരു എക്സാമ്പിൾ ഒരേ രീതിയിലുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നല്ല മഴയാണ്. ഓക്കെ, ഇവിടെ നല്ല മഴയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ നന്നായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെയാണ് പറയാം? ഇറ്റ് ഈസ് റെയിനിങ് ഹാർഡ്. എങ്ങനെയാണ് പറയാം? ഇറ്റ് ഈസ്
റെയിനിങ് ഹാട്ട്. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് റെയിനിങ് ഹാട്ട്. ഓക്കെ, ഇനി ഇവിടെ മഴ വല്ലപ്പോഴേ ഉള്ളൂ, ഇവിടെ മഴ പെയ്യാറില്ല. മഴ വല്ലപ്പോഴും വന്നായി എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ പറയും. എങ്ങനെ? ഇറ്റ് ഹാർഡ്ലി റെയിൻസ് ഹിയർ. ഇറ്റ് ഹാർഡ്ലി റെയിൻസ് ഹിയർ. ഓക്കെ, അപ്പോൾ നേരത്തെ ഒന്ന് ആലോചിക്കുകയും ഇറ്റ് ഈസ് റെയിനിങ് ഹാർഡ് ഹിയർ എന്ന് പറയുമ്പോൾ ഇവിടെ നല്ല കഠിനമായിട്ടുള്ള മഴയാണ്. ഓക്കെ, ഇറ്റ് ഈസ് റെയിനിങ് ഹാർഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നന്നായിട്ട് കഠിനമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുക നമ്മൾ പറയാണ്. സെയിം സ്ഥലത്ത് പറയാണ് ഇവിടെ വല്ലപ്പോഴേ മഴ ഉണ്ടാകാറുള്ളൂ, അല്ലെങ്കിൽ ആണ്ടിലും സംക്രാന്തിക്കൊക്കെ മഴ ഉണ്ടാകാറുള്ളൂ എന്ന് പറയാണ്. ഇറ്റ് ഹാർഡ്ലി റെയിൻസ് ഹിയർ. ഇറ്റ് ഹാർഡ്ലി റെയിൻസ് ഹിയർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, വളരെ കഠിനമായിട്ട് അല്ലെങ്കിൽ ഒട്ടും തന്നെ ഇല്ല എന്നുള്ള അർത്ഥം വരാണ്. ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. അവൾ അവളുടെ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്തു എന്ന് പറയുന്നത്. അവൾ അവളുടെ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഠിനമായിട്ടുള്ള അധ്വാനം ചെയ്തു എന്ന് പറയുകയാണ്. She worked hard to finish the project on time. Okay, she worked hard to finish the project on time. ഒന്നുകൂടി നോക്കിക്കേ. She worked hard to finish the project on time. Okay, she worked hard. Okay, ഒന്നും പറഞ്ഞു കേട്ടില്ലേ? കഠിനമായിട്ട് അധ്വാനം ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, she hardly worked to finish her project on time എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് അർത്ഥമായി. അവളുടെ പ്രൊജക്റ്റ് കറക്റ്റ് സമയത്ത് ഫിനിഷ് ചെയ്യാനായിട്ട് അവൾ വലിയ പണിയൊന്നും എടുത്തില്ല എന്നുള്ള അർത്ഥമായി. ഓക്കെ, ഷീ ഹാർഡ്ലി വർക്ക്ഡ് ടു ഫിനിഷ് ദി പ്രൊജക്റ്റ് ഓൺ ടൈം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ ഡിഫറൻസസ് മനസ്സിലായി എന്ന് വിചാരിക്കണം. ഓക്കെ, ഹാർഡ് എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടേറിയ, അല്ലെങ്കിൽ ഒത്തിരി പ്രയാസപ്പെട്ട് ചെയ്യുന്ന എന്നുള്ള രീതിയിലേക്കൊക്കെ വരും. ഹാർഡ്ലി എന്ന് പറഞ്ഞാൽ ഒട്ടുമില്ല, വല്ലപ്പോഴേ ഉള്ളൂ എന്നർത്ഥമായി. ഈ രണ്ട് അർത്ഥം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം സെൻറ്റൻസിൽ ഇതിൽ പ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മതി. ഓക്കെ, ഞാനിവിടെ ഉപയോഗിക്കേണ്ട വാക്ക് ഹാർഡാണോ ഹാർഡ്ലി ആണോ? ഇത് രണ്ടും തന്നെ ക്ലാരിറ്റി കിട്ടുമ്പോഴേക്കും നമുക്ക് മനസ്സിലാകും. ഓക്കെ, ദിസ് ഈസ് ദ റൈറ്റ് സെൻറ്റൻസ് ആൻഡ് ദിസ് ഈസ് ദ റോങ് സെൻറ്റൻസ്. ഇനി ഹാർഡ്ലി വെച്ച് ഉപയോഗിച്ച് സംസാരിക്കേണ്ട ഒത്തിരി സിറ്റുവേഷൻസ് വരും. അവിടെ നമ്മൾ ഹാർഡ്ലി തന്നെ ഉപയോഗിക്കണം. ഹാർഡ് ഉപയോഗിച്ച് സംസാരിക്കേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ ഹാർഡും ഉപയോഗിക്കണം. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾസ് തരാൻ പോവാണ്, ഒരു ഹോംവർക്ക് തരാൻ പോവാണ്. ആ ഹോംവർക്കിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ഉത്തരം ഹാർഡാണോ ഹാർഡ്ലി ആണോ ചേർക്കേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, 1 2 3 എന്ന് നിങ്ങൾ നമ്പർ ഇട്ടിട്ട് ഒന്നാമത് ഹാർഡ് ആണെങ്കിൽ ഹാർഡ് എന്ന് എഴുതുക, ഹാർഡ്ലി ആണെങ്കിൽ ഹാർഡ്ലി എന്ന് എഴുതുക, രണ്ടാമത് ഹാർഡ് ആണെങ്കിൽ ഹാർഡ് എന്ന് എഴുതുക, അല്ലെങ്കിൽ ഹാർഡ്ലി ആണെങ്കിൽ അങ്ങനെ എഴുതുക. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് നമ്പർ ഇട്ടിട്ട് കമൻറ്റ് ചെയ്യണം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് എക്സാമ്പിളിലേക്ക് പോയാലോ. ഹി ഡാഷ് ever cleans his home. Okay, he dash ever cleans his home. Okay, he dash ever cleans his home. Okay, അവിടെ ഹാർഡാണോ ഹാർഡ്ലി ആണോ ഉപയോഗിക്കേണ്ടതെന്ന് കമൻറ്റ് ചെയ്യണം. ഇനി നമുക്ക് രണ്ടാമത്തെ സെൻറ്റൻസിലേക്ക് പോവാം. ഇഫ് യു വർക്ക് ഡാഷ് യു വിൽ സക്സീഡ്. ഇഫ് യു വർക്ക് ഡാഷ് യു വിൽ സക്സീഡ്. ഇഫ് യു വർക്ക് ഡാഷ് യു വിൽ സക്സീഡ്. ഹാർഡാണോ ഹാർഡ്ലി ആണോ എന്ന് ഫിൽ ചെയ്യണം. ഓക്കെ, ഇഫ് യു വർക്ക് ഡാഷ് യു വിൽ സക്സീഡ്. ഇനി നമുക്ക് മൂന്നാമത്തെ ഹോംവർക്കിലേക്ക് പോകാം. ഐ ഡാഷ് നോ ഹൗ ടു താങ്ക് യു ഫോർ യുവർ കൈൻഡ്നെസ്. ഐ ഡാഷ് നോ ഹൗ ടു താങ്ക് യു ഫോർ യുവർ കൈൻഡ്നെസ്. ഹാർഡാണോ ഹാർഡ്ലി ആണോ? ഓക്കെ, അപ്പോൾ ഇത് മൂന്ന് ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. റൈറ്റ്, അപ്പോൾ മൂന്ന് ഉത്തരവും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. വീണ്ടും ചെക്ക് ചെയ്യണം ഇത് ശരിയായിട്ടുള്ളതാണോ എന്ന്. ഞാൻ എന്തായാലും കുറച്ച് പേരുടെയെങ്കിലും ക്ലിയർ ചെയ്ത് തരാനായിട്ട്, തെറ്റുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കും. മറ്റുള്ളവർ ആദ്യത്തെ കമൻസൊക്കെ നോക്കിയിട്ട് ഒന്ന് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. റൈറ്റ്, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എപ്പോഴും പറയാറുള്ളത് പോലെ പറയുകയാണ്, ഓൺലൈനായിട്ട് ഞങ്ങളുടെ കോഴ്സ് ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് പേഴ്സണൽ ട്രെയിനറോട് സംസാരിച്ച് ലാംഗ്വേജ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ലിൻറ്റു.